ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മുടെ കുക്കുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് ഇന്ന്. സത്യം പറഞ്ഞാൽ കുക്കുവിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 2 ഇപ്പം ഞങ്ങൾ ഈ ആഘോഷിക്കുന്നത് ഇപ്പം 4 കേട്ടോ, ഞായറാഴ്ച. അപ്പോൾ ശരിക്കും 2 അന്ന് ഞങ്ങൾക്ക് അധികം അങ്ങനെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ചെറിയൊരു കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്നാണ് ശരിക്കും സെലിബ്രേഷൻ. അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ അമ്മു ചേച്ചി വന്നിട്ട് കുക്കുവിന് ഒരു ഡ്രസ്സ് കൊടുത്തത്. അപ്പോൾ അതൊക്കെ തുറന്ന് നോക്കുമായിരുന്നു. കുക്ക് ഇത് എന്താ സംഭവം എന്നൊക്കെ നോക്കി. അപ്പോൾ കുക്കുവിന് ബർത്ത്ഡേയുടെ ഫസ്റ്റ് ഗിഫ്റ്റ് കൊണ്ടുവന്ന അമ്മു ചേച്ചിയാണ്. പിന്നെ അമ്മു ചേച്ചി പോവാണ്, അമ്മു ചേച്ചി ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോവാണ്. അപ്പോൾ ഗിഫ്റ്റ് തന്നിട്ട് അമ്മു ചേച്ചി പോയി. പിന്നെ ഈ വീഡിയോ എന്ന് പറയുന്നത് കുക്കുവിൻ്റെ ബർത്ത്ഡേ ഡേറ്റിൻ്റെ അന്ന് ഞങ്ങൾ ചെറുതായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുക്കുവിന് നമ്മൾ മുണ്ടൊക്കെ ഉടുപ്പിച്ച് കൊടുത്ത്, പൊട്ടുകുത്തി, കുറിയൊക്കെ വരച്ച് കൊടുത്ത് വേറൊരു രീതിയിലാക്കിയിട്ട് അവന് നമ്മൾ സദ്യ കൊടുക്കാൻ വേണ്ടിട്ട് ഇരുത്തി. പിന്നെ കുക്കുവിന് ഇപ്പൊ ആദ്യമായിട്ടാണെങ്കിലും മുണ്ടൊക്കെ എടുത്ത് ഇങ്ങനെ ഇരുത്താണത്. പിന്നെ നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നത് ഇങ്ങനെ ഇപ്പോഴാണ്. അപ്പോ അവനങ്ങനെ ഇരുന്നുട്ടാ, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ മുണ്ട് എടുത്തിട്ട് കാണാൻ അങ്ങനെ ഒരു ചെറിയൊരു സദ്യ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. കാരണം അവന്റെ ബർത്ത്ഡേ ഡേറ്റ് ആണല്ലോ, ഫസ്റ്റ് ബർത്ത്ഡേ കാരണം ഞങ്ങൾ ചെറുതായിട്ട് സദ്യ ഒരുക്കാന്ന്. അങ്ങനെ സദ്യ ഒരുക്കി അവനെ എല്ലാവരും വന്നിട്ട് ഇങ്ങനെ വാല് വെച്ച് കൊടുത്തു. അവൻ പിന്നെ കഴിച്ചോളും, ചോറൊക്കെ നന്നായിട്ട് കഴിക്കണം കുട്ടിയാണ്. അങ്ങനെ സദ്യ കൊടുക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അവന്റെ ഡേറ്റ് ഓഫ് ബർത്തിന്റെ അന്ന് നമ്മൾ ആഘോഷിച്ചത്. പിന്നെ നമുക്ക് ശരിക്കുള്ള സെലിബ്രേഷനിൽ കിടക്കാം. അതിനാണ് മുമ്പ് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പം ഇവരാണ് രുദ്രദേവ് നമ്മുടെ കുക്കുവിൻ്റെ ഗഡിയാണ് കേട്ടോ, കുക്കുവിൻ്റെ ചങ്കാണ്. നമ്മുടെ എബിയാൻറ്റി ഡെലിവറിക്ക് കിടക്കണ സമയത്ത് എബിയാൻറ്റിയുടെ ബെഡിൻ്റെ അപ്പുറത്ത് കിടക്കുന്നുണ്ടായിരുന്ന ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ ആൻറ്റി ആയിട്ട് എബിയാൻറ്റി അവർ നല്ല ഫ്രണ്ട്സായി. പിന്നെ അപ്പോൾ അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് 1 ഓഗസ്റ്റ് 1, കുക്കുവിൻ്റെ 2. അപ്പോൾ രുദ്രദേവിൻ്റെ പിറന്നാളിൻ്റെ അന്ന് നമ്മളെല്ലാവരും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എടുത്ത ചെറിയ വീഡിയോ ആണിത്. അപ്പോൾ ഈ ആൻറ്റീനെയും ഫാമിലീനെയും നമ്മൾ കുക്കുവിൻ്റെ ബർത്ത്ഡേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഗസ്റ്റ് എന്ന് പറയാൻ ഇവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ അന്ന് പോയ ആ വീഡിയോ ആണ്. സത്യം പറഞ്ഞ വീഡിയോ എടുത്തിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കുക്കുവിൻ്റെ ബർത്ത്ഡേ ഇല്ല വരണം, അപ്പോൾ അതിൻ്റെ കൂടെ അങ്ങനെ ഇട്ട് അങ്ങനെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ അവരുടെ അവിടെ പോയി നമ്മൾ സദ്യയൊക്കെ കഴിച്ചു. അപ്പോൾ കുക്കുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് ഈ ആൻറ്റീനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആൻറ്റീനെ വീട്ടിലുള്ള എല്ലാവരെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവർ അത്രയ്ക്ക് നല്ല ചങ്കളാണ് ഗൈസ്. ആ ഒരു ഡെലിവറി ടൈമിൽ നല്ല പോലെ കട്ട ഫ്രണ്ട്സ് ആയതാണ്. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുക്കുവിന് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മമ്മയും അമ്മച്ചിയും കൂടെ പോയതാണ്. ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഈ വീട്ടിലിരുന്ന് പഠിക്കുകയായിരുന്നു. അപ്പം മമ്മയും അമ്മച്ചിയും കൂടിയാണ് പോയത്. അങ്ങനെ ഈ ഒരു കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് ലോകത്തുള്ള എല്ലാ ക്യാരക്ടർ പാവകളും ഇവിടെ ഉണ്ട്. എല്ലാ ഡോൾസും ഉണ്ട് ഗൈസ്. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായി. ഒരു ദിവസം ഇങ്ങനെ പോയിട്ട് അവിടെ ഇങ്ങനെ ചുറ്റി കാണണം, നല്ല രസമുണ്ടായിരുന്നു ഇവിടുത്തെ ഡോൾസിനൊക്കെ കാണാൻ. എല്ലാ കാർട്ടൂൺ ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട് ഇവിടെ. കുഞ്ഞാറ്റാനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കുക്കിന് വേണ്ടിയിട്ട് ഒരു സംഭവം വാങ്ങിച്ചു. പിന്നെ എൻ്റെ അമ്മ വീഡിയോ കോളൊക്കെ ചെയ്തിട്ടാണ് വാങ്ങിച്ചത്. അപ്പം ഞാനാണ് സെലക്ട് ചെയ്തതൊക്കെ. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് അവരിങ്ങനെ വീട്ടിൽ വന്നു. പിന്നെ എന്താ വാങ്ങിച്ചതെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കുഞ്ഞൂസും ജാനും പിന്നെ നമ്മുടെ ബിയാൻറ്റിയുടെ ഫ്രണ്ട് ആൻറ്റിയും പിന്നെ ആൻറ്റിയുടെ ഫാമിലിക്ക് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം അവരോടൊക്കെ സംസാരിച്ചിരുന്ന് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കുക്കുവിനെ റെഡിയാക്കാനൊക്കെ വേണ്ടി കൊണ്ടുപോയി. മാറി, പക്ഷെ ഇത്തിരി പാകക്കുറവുണ്ടെന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. കണ്ടോ മിനാത്തി ഇല്ലുമിനാത്തി റെഡിയായി. നമുക്കിനി കേക്ക് മുറിക്കാൻ പോവാം. അപ്പൊ ഗൈസ്, നമ്മുടെ കുക്കുവാ ഇവിടെ റെഡിയായി കേക്ക് മുറിക്കാൻ. അങ്ങനെ നമ്മൾ നമ്മുടെ ബർത്ത്ഡേ ബോയിനെയൊക്കെ റെഡി ആക്കി. പിന്നെ അങ്ങനെ കേക്കൊക്കെ കൊണ്ടുവന്നു. കേക്ക് ചോക്ലേറ്റിൻ്റെ ഒരു ടെഡ്ഡി ബിയറൊക്കെ വെച്ചിട്ടുള്ള നല്ല കേക്കായിരുന്നു കേട്ടോ. അങ്ങനെ ബിയാൻറ്റിയും കുഞ്ഞച്ചനും എല്ലാവരും റെഡിയായി വന്നിട്ട് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. ഇനി ഗൈസ്, നമ്മുടെ കുക്കുവിന് എല്ലാവരും ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. ഈ സംഭവമാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത് മീൻസ് എൻ്റെ സെലക്ഷനിൽ മമ്മിയും അമ്മച്ചിയും പോയി വാങ്ങിച്ച സംഭവം ഇതാണ്. ഞങ്ങൾ വിചാരിച്ച് കുക്കു പേടിക്കുന്നു, പക്ഷെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല.
ഗൈസ് അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. അപ്പം ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അതിരുന്ന് ഇങ്ങനെ കഴിച്ചു. അങ്ങനെ ഗൈസ് നമ്മുടെ ഇവിടുത്തെ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു. പിന്നെ ആൻറ്റി പോവാണ് കേട്ടോ. അപ്പോൾ കുക്കുവിൻ്റെ സെലിബ്രേഷൻ കുറച്ചും കൂടെ നന്നായിട്ട് എല്ലാ കസിൻസിനെയും വിളിച്ച് ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കാരണം അതിന് പറ്റിയില്ല. എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ആൻറ്റിയുടെ വീട് വരാക്കരയാണ്. അപ്പോൾ അവർക്ക് ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട്. അപ്പോൾ അവരൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവാണ് ഗൈസ്. പിന്നെ നമ്മുടെ സ്വന്തം ഓട്ടോറിക്ഷ ചേട്ടൻ്റെ വണ്ടിയിലാണ് പോകുന്നത്. അപ്പോൾ ചേട്ടൻ ക്യാമറ കൊണ്ടപ്പം തലയൊക്കെ മരുന്നുണ്ട്. ആൾക്ക് ഭയങ്കര നാണാണ് ഗൈസ് ക്യാമറ കാണുമ്പം. അങ്ങനെ അവർ പോവാണ് ഗൈസ്. പിന്നെ നമ്മളൊരു ചെറിയ സർപ്രൈസ് കുക്കുവിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗൈസ് അതിന് പറ്റിയില്ല. പക്ഷെ അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ നേടിപ്പിച്ചാൽ പുതിയ വീഡിയോ ഇട്ട് ടാറ്റാ.